ചന്ദ്ര അപ്പൊ തുടങ്ങാം. ഇപ്പം ലാലേട്ടൻ്റെ അടുത്ത് പലരും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചൂടാവണം. ആ തിരിച്ച് ഇപ്പം എല്ലാം അങ്ങ് ഇപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതാ ഈ പുത്തൻകുരിശ്? പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. ഏതാ ഈ അവതാരം? എനിക്കറിയില്ല. അതങ്ങ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ. ഇവർ പറയുമ്പോൾ വേറെ നമ്മളെതിരെ പറയരുത്. യഥാർത്ഥത്തിൽ ലാലേട്ടനൊക്കെ പുൾ പൊട്ടത്തരങ്ങൾ എത്രയോ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. ഇതിപ്പം ലാലേട്ടൻ്റെ ആരാധകർ കയറി പറയും. പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയണം. അതാണല്ലോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്തോ നേരെ ഇത് എന്താ പ്രശ്നം? അവന്മാർ നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് വന്നിട്ടല്ലോ. എന്താ കാര്യം? റോക്കി അവിടെ പല പ്രാവശ്യം അദ്ദേഹം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇടിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇടിച്ചിട്ടില്ല പുള്ളിക്കാരൻ. അത് കറക്റ്റാ. അപ്പൊ ആ സാറ്റർഡേ പുള്ളി വരുന്ന ഒരു ദിവസം വന്നിട്ട് പുള്ളി എടുത്ത് പറഞ്ഞു, ഇടിക്കാനോക്കി ഇടിക്കണം. നേരോ? ആ അമ്മച്ചിയാണ് നേരെ. അതിലെന്താ തെറ്റ്? അത് ശരി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പകുതി വരച്ചില്ലെങ്കിൽ അത് വളരെ പുള്ളിയെ ട്രിഗർ ചെയ്താണ് സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ അങ്ങനെ അതുമുണ്ട് അതില്. നിൽക്കവിടെ. കാരണം അപ്പൊ പുള്ളി വിചാരിച്ച് വീണ്ടും ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാണം കെടും. അടുത്ത വർഷം ഉറപ്പായിട്ട് ലാലേട്ടൻ വന്ന് വയ്ക്കും. നിങ്ങൾക്ക് അപ്പൊ എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. സോ ലാലേട്ടനും അതിന് പ്രതി തന്നെയാണ് അതിനകത്ത്. നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. അവനാ ഇടിക്കാൻ പ്രേരിപ്പിച്ചത് ലാലേട്ടനാണ്. ഉറപ്പായിട്ട് ലാലേട്ടനാണ്. അപ്പൊ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണെങ്കിൽ അത് തെറ്റ് പറ്റാത്തൊരു മനുഷ്യനൊന്നും അല്ല പുള്ളി. മനസ്സിലായോ? പുള്ളിയുടെ കയ്യിലുള്ള ആദ്യം ഞാൻ പറഞ്ഞ ആദ്യം ബിഗ് ബോസ് എടുത്തു കളയേണ്ട ലാലേട്ടനെ. അത് ശരി. ഇപ്പൊ എന്റെ അഞ്ചത്തേക്കായല്ലേ? ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകൂടി അയക്കോ? കണ്ടസ്റ്റൻസിനെ മാത്രമല്ല, പുള്ളി ഒരു ആങ്കർ മാത്രമാണ്. അപ്പം അതില് ലാലേട്ടൻ ഉത്തരവാദിയാണ്. റോക്കി അങ്ങനെ റോക്കി ചെയ്തത് നല്ലതല്ല. ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല. റോക്കി ചെയ്തത് 101% വളരെ തെറ്റാണ്. പക്ഷെ ലാലേട്ടനും അതിനകത്ത് ഉത്തരവാദിയാണ്. കല്യാണം കൂടാൻ പറ്റില്ല. ഞാൻ കൊല്ലും. ഒടിച്ചു മുടക്കി കൂല ഞാൻ കുത്തിവെക്കുന്നത് നോക്കിയോ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. മനുഷ്യരാണ്. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും.